നിൻ കനിവിനു കനിവേറും രക്ഷകനേ, എത്ര നിറഞ്ഞെന്നെങ്ങും കാണുന്നു നിന്ദാനം. നിനുവയരോടുണ്ടായ കോപം നിലവിളിയാൽ നീ നീക്കിയല്ലോ. നിറഞ്ഞോരീശോ നിൻ വിളി വസിക്കും പുണ്യവിധി പരിശുദ്ധ. നീണ്ട കഷ്ടത വീഴ്ചിൻ ദൈവമടിയാ നീന്നൊഴിക്കാം. സൽക്രിയകൾ കുമര ശുദ്ധ്യ സംഗതി വരണേ ഞങ്ങൾക്ക്. വേലിൻ കുഞ്ഞാടും നോകിനോടെ കാഴ്ചയതും അബ്രഹാം തൻ ബലിയും കൈക്കൊണ്ട കർത്താവേ, നോമ്പും പ്രാർത്ഥനയും കൈക്കൊണ്ട് അൻപാലടിയാരെ കാക്കുക. മോചനമതിനാൽ പാപികളെ വരുവീൻ യാചിപ്പിൻ. നോക്കു തുറന്നിടുവേ നാഥൻ തൻ വാതിൽ. യാചിക്കുന്നോൻ പ്രാപിക്കും, അന്വേഷിപ്പോൻ കൈക്കൊള്ളും. കർത്താവേ നിൻ രക്തശരീരങ്ങൾ കൈക്കൊണ്ട് ഭക്തരതായി മരിച്ചോർ അരുളണമേ നല്ലോർമ്മ. നിന്റെ മഹത്വമുദീക്കുന്ന നിൽക്കണമവർ വലഭാഗത്തിൽ. ബർക്കുമോർ ഞങ്ങളുടെ കർത്താവേ യേശുമിശിഹാ, നിന്നെ പ്രസവിച്ച മറിയാമും നിന്നെ മാമോദീസ മുഖ്യ യോഹന്നാനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കുന്നു. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. മാതാവ് വിശുദ്ധന്മാർ എന്നിവർ തൻ പ്രാർത്ഥനയാൽ സ്വർഗപിതാവിന്റെ ഏകസുത വചനമതാം രാജാധീശ നിന്നെ വാഴ്ത്തും ഞാൻ സഹജമതായി പ്രതിരഹിത കാരുണ്യത്താൽ
മർത്യന്മാർത്തൻ വർഗത്തിനു മുഴുവൻ ജീവനതും രക്ഷയുമേകാനാഗതനായി വിമലത ശുചിയൻ നീവായുള്ള മഹിമാവിയലും ദൈവജനത്രേ കന്യകയാം മറിയാമീന്നും ഭേദമതന്യേ മാനവനായി ക്രൂശിതനായ ഞങ്ങൾക്കുടയോനാമശിഹ നിജമൃതിയാലിവർത്തൻ മൃതിയെ വേദിച്ചു നിഹരീശോനെ അപരിപാവന തൃത്വൈക സുപിതാവോടൊപ്പം ജീവനെഴും ഋക്കുരിശ സഹിതം വന്നിതനെ പരികീർത്തിതനെ കൃപ ചെയ്യണം. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്കു വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്കു വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്കു വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കുരിയേലായേസോ, കുരിയേലായേസോ, കുരിയേലായേസോ. പൗലോസ്ലീഹ ധന്യൻ ചൊൽക്കേട്ടേ നിദേവം നിങ്ങളെ ഞങ്ങളറിയിച്ചതിനെതിരാ വേറൊരുവൻ വന്നറിയിച്ച വാനവനെങ്കിലും ആദൂതൻ താനേൽക്കും സഭയിൻ ശാപം പലതരമുപദേശങ്ങളോ പാരിൽ മുളച്ചു പരക്കുന്നു. ദൈവത്തിനുപദേശം തോ
തവസാനിപ്പിപ്പോ ധന്യേ. പരിശുദ്ധനായ പൗലോസ്ലീഗ കൊരിന്ത്യർക്കെഴുതിയ 1 ലേഖനത്തിൽ നിന്നും ആഹായി ബാറക്കുമോ സ്ലിഹായുടെ സ്തുതിയും നമ്മുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കുമുണ്ടായിരിക്കട്ടെ. വിഗ്രഹാർപ്പിതങ്ങളുടെ കാര്യം പറഞ്ഞാലോ നമുക്കെല്ലാവർക്കും അറിവുണ്ട് എന്ന് നമുക്ക് അറിയാം. അറിവ് ചീർപ്പിക്കുന്നു, സ്നേഹമോ ആത്മീക വർധന വരുത്തുന്നു. താൻ വല്ലതും അറിയുന്നു എന്ന് ഒരുത്തിന് തോന്നുന്നുവെങ്കിൽ അറിയേണ്ടതുപോലെ അവൻ ഇന്നുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല. ഒരുത്തൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിലോ അവനെ ദൈവം അറിഞ്ഞിരിക്കുന്നു. വിഗ്രഹാർപ്പിതങ്ങളെ തിന്നുന്നതിനെ കുറിച്ചോ ലോകത്തിൽ വിഗ്രഹം ഏതുമില്ല എന്നും ഏക ദൈവമല്ലാതെ ദൈവമില്ല എന്നും നാം അറിയുന്നു. പല ദേവന്മാരും പല കർത്താക്കന്മാരും ഉണ്ട് എന്ന് പറയുന്നുവല്ലോ. എന്നാൽ ആകാശത്തിലോ ഭൂമിയിലോ ദേവന്മാരെന്ന് പേരുള്ളവർ ഉണ്ടെന്ന് വരികിലും പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. അവൻ സകലത്തിനും കാരണഭൂതനും നാം അവനായി ജീവിക്കേണ്ടതും ആകുന്നു. യേശു ക്രിസ്തു എന്ന ഏക കർത്താവും നമുക്കും ഉണ്ട്. അവൻ മുഖാന്തര സകലവും അവൻ മുഖാന്തരം നാമം ആകുന്നു. ആമീനാഹായ് ബാറക്കുമോ. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതി ബലികളണ ചേരിടുവിൻ കർത്തൃ പ്രാകാരെ നിർമ്മല കാഴ്ചയുമായി കർത്തനെ സ്തുതി മദ്ബഹാവുണ്ടിൽ. ഹല്ലേലൂയ. ബാർക്കുമോ നാം വണക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ശിവയെടുത്ത് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധമായ എവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. ശ്ലോമോ ലകുൽഘോ. അവിടുത്തെ ആത്മാവിനോടുകൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. Evangelion kadishoda moranes meshihom Kurusoso magionis on matais lihom Morsono the maresai furkon almo. വന്നവരുമായി നിങ്ങൾ വാഴ്ത്തുകൊള്ളാമോ. നമ്മുടെ സ്തുതികളും നാം എല്ലാവരുടെ മേൽ നിന്റെ നിഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. Sabina hokil dan the barano say the moran valohan furkodilanes meshihom Belso the hayo aloho the spasa benzelto kadisto mario Holenden hokan hovain. അങ്ങനെ നിങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. യേശുവമ്പുരാ ശിഷ്യന്മാരെ വിളിച്ചവരോട് ഈ ജനത്തിൽ എന്റെ മനസ്സലിയുന്നു. എന്തെന്നാൽ ഇതാ ഇവർ 3 ദിവസമായി എന്റെ അടുക്കൽ താമസിച്ചു. അവർക്ക് ഭക്ഷിക്കുവാൻ ഒന്നുമില്ല. ഇവരെ പട്ടിണിയായി വിട്ടയക്കുവാൻ എനിക്ക് മനസ്സുമില്ല. ഇവർ വഴിയിൽ വെച്ച് തളർന്നു പോയേക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ശിഷ്യന്മാർ ഈ ജനത്തെ മുഴുവൻ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി അപ്പം ഈ വിജനപ്രദേശത്ത് എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചു. യേശുവമ്പുരാൻ അവരോട് നിങ്ങൾക്ക് എത്ര അപ്പമുണ്ട് എന്ന് ചോദിച്ചു. അവർ അവനോട് 7 അപ്പവും കുറെ ചെറുമീനുമെന്ന് പറഞ്ഞു. അവൻ ജനങ്ങളോട് നിലത്ത് ഭക്ഷണത്തിലിരിക്കുവാൻ കൽപ്പിച്ചു. പിന്നീട് 7 അപ്പവും മീനുമെടുത്ത് സ്തോത്രം ചെയ്ത് നുറുക്കി ശിഷ്യന്മാർക്ക് നൽകി. അവർ അത് ജനത്തിന് കൊടുക്കുകയും ചെയ്തു. അവരെല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി. ശേഷിച്ച നുറുക്കുകൾ 7 വൻകൂടകൾ നിറയെ എടുക്കുകയും ചെയ്തു. ഭക്ഷിച്ചവർ സ്ത്രീകൾക്കും കുട്ടികൾക്കും പുറമെ 4000 പുരുഷന്മാരായിരുന്നു. അനന്തരം യേശു ജനങ്ങളെ പിരിച്ചയച്ചിട്ട് വഞ്ചിയിൽ കയറി മഗദയുടെ അതിർത്തിയിലേക്ക് വരികയും ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. മോശെയാലോഹോ മുള്ളുമരത്തിൽ നിന്ന് അങ്ങോ വിളിച്ചരുൾ ചെയ്തു. കൂടാരത്തിൻ മേലും കൂടെ അതിനുള്ളതിലും കൈക്കൊണ്ടെന്നധികാരം
ഹല്ലേലൂയ ഓ ഹല്ലേലൂയ കർമ്മൂസ നടത്തുക നീ Domingalos നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാഭവും പുകഴ്ചയും അനശ്വരമായ നല്ല ഉന്നതിയും ഇടപെടാതെ സദാ നേരത്തും കരയേറ്റുവാൻ അടിയങ്ങൾക്ക് സംഗതിയാക്കി തീർക്കണമേ. വിശുദ്ധ കന്യക പ്രസവിക്കുകയും ചെറിയ ബേദലഹയും ബഹുമാനിക്കുകയും വെടിപ്പുള്ള മാമോദീസ വാഞ്ചിക്കുകയും പരസ്യമായി ഗോകുൽത്ത ആഘോഷിക്കുകയും വെണ്മയുള്ള ആചാരിത്വം ശുശ്രൂഷിക്കുകയും സകല ജാതികളും ശുദ്ധീകരണം പ്രാപിക്കുകയും വിശ്വാസമുള്ള സഭ സ്വീകരിക്കുകയും ചെയ്ത പരിശുദ്ധനും വിശുദ്ധതകൾ നിറഞ്ഞിരിക്കുന്നവനുമായ കർത്താവിന് സ്തുതി. ഇതാ നിന്റെ ആട്ടിൻകൂട്ടത്തിന് മുഴുവനും വേണ്ടി സഭയുടെ ഉള്ളിൽ വെച്ച് നിന്റെ തിരുശരീര രക്തങ്ങൾ വിഭജിക്കപ്പെട്ട സകല ജാതികൾക്കും ഇവ നൽകപ്പെടുന്നു. നിന്റെ കൃപയാ ജീവനുള്ളവരെയും മരിച്ചവരെയും ആനന്ദിപ്പിക്കുവാൻ അവ മതിയാകുകയും ചെയ്യുന്നു. തനിക്ക് ദൈവികമായ ഈ സ്തോത്രബലി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും അടിയങ്ങൾ ആയുസോടുകൂടി ഇരിക്കുന്നതായ ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബക്കുലഹുൻ യൗമോ സ്വദായ ഇല്ലവൽമിൻ. പാർക്കുമോ അനുഗ്രഹിക്കുന്നവനായ കർത്താവിന് മുമ്പാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന് മുമ്പാകെയും ദിവ്യവും സ്വർഗീയവുമായ വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെയും ഭയങ്കരമായ വിശുദ്ധ കുർബാനയുടെ മുമ്പാകെയും ബഹുമാനപ്പെട്ട ഈ ആചാരങ്ങളാൽ കുന്തിരിക്കം വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. പാപപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ അകൃത്യങ്ങളെ ക്ഷമിക്കുകയും തുടച്ച് നീക്കുകയോ ഓർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായ ദൈവമായ കർത്താവേ, സ്നേഹപൂർവമായ നിന്റെ കാരുണ്യത്താൽ അസംഖ്യങ്ങളായ എന്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ നിന്റെ സകല ജനങ്ങളുടെ പാപങ്ങളെയും മായ്ച്ചു കളയണമേ. ഉത്തമനെ ദൈവതോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാ ഞങ്ങളെ നീ ഓർത്തുകൊള്ളണമേ. എന്റെ കർത്താവേ, നിന്റെ മഹാകരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോരുടെയും മഹത്വമുള്ള നിന്റെ വിശുദ്ധ സഭയുടെ പ്രജകളായ സകല മരിച്ചുപോരുടെയും ആത്മാക്കളെ നീ ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികൾ കരുണയും കൃപയുമാകുന്ന പനിമഞ്ഞിനെ തെളിക്കണമേ. കർത്താവും മഹത്വത്തിന്റെ നാഥനുമായ മെസ്സിഹാ രാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ വിമോചനും ആയിരിക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് ഉത്തരമരുളണമേ. ഞങ്ങളുടെ തുണയ്ക്കായിട്ട് എഴുന്നള്ളണമേ. ഞങ്ങളെ സഹായിപ്പാൻ വന്നുയരണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ദൈവമേ, സകല കഠിന ശിക്ഷകളും ദയാപൂർവം ഞങ്ങളിൽ നിന്ന് നീക്കി മായ്ച്ചു കളയണമേ. കർത്താവേ, കോപത്തിന്റെ വടികളെ ഞങ്ങളിൽ നിന്ന് കരുണാപൂർവം തടുത്ത് മാറ്റിക്കളയണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെ എല്ലാവരെയും അർഹരാക്കണമേ. നിനക്കിഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രീതികരവുമായ ക്രിസ്തീയ പരിപൂർണത ഞങ്ങൾക്ക് സൗജന്യമായി നൽകണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെ എല്ലാവരെയും അർഹരാക്കണമേ. ഞങ്ങൾ ഇപ്പോഴും എല്ലായ്പ്പോഴും ഇന്നും എന്നേക്കും നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുക്കുല സുബാൽമിൻ. ഭൗമിക കന്യക അതിശയകരമാംവിധം പ്രസവിക്കുകയും
ബേത്ലഹേം ഓഫ്രത്ത സന്തോഷപൂർവ്വം ബഹുമാനിക്കുകയും യോർദാൻ നദി ആനന്ദപൂർവ്വം ആഗ്രഹിക്കുകയും കുരിശുമരത്തിന്മേൽ ഗോകുൽത്ത ആഘോഷിക്കുകയും സൃഷ്ടികളുടെ ജീവനും രക്ഷയ്ക്കും വേണ്ടി സ്വമനസാലെ ബലിയായി തീരുകയും തന്റെ ബലി മൂലം സകല ജാതികൾക്കും പാപപരിഹാരം നൽകുകയും തന്റെ മരണത്താ സകല കുടുംബങ്ങളെയും വംശങ്ങളെയും ജീവിപ്പിക്കുകയും ചെയ്ത സ്വർഗീയ കുഞ്ഞാടായ കർത്താവേ, ധാരാളമായ നിന്റെ മനുഷ്യ സ്നേഹത്താലും അവർണ്ണനീയമായ കൃപയാലും നിന്നെ പ്രസവിച്ച അമ്മയായ അനുഗ്രഹീതയും പരിശുദ്ധിയുമാകുന്ന ദൈവമാതാവാകുന്ന മറിയാമിന്റെയും ദീർഘദർശന്മാരുടെയും സ്ലീഹന്മാരുടെയും സഹദേന്മാരുടെയും പിതാക്കന്മാരുടെയും ശ്രദ്ധേയവും സ്വീകാര്യവുമായ പ്രാർത്ഥനകളാലും വിശ്വാസമുള്ള നിന്റെ സഭയ്ക്ക് നീ പാപപരിഹാരം നൽകണമേ. വിവേകമുള്ള നിന്റെ ഇടവകയെ അനുഗ്രഹിക്കണമേ. അനാഥരായ നിന്റെ ആടുകളെ കാത്തുകൊള്ളണമേ. ആചാരിത്വ നൽവനമുള്ള നിന്റെ അവകാശത്തെ നീ ശുദ്ധീകരിക്കണമേ. സൃഷ്ടിയിൽ നിന്റെ ശാന്തി വസിപ്പിക്കണമേ. ഭൂതലത്തിൽ നിന്റെ സമാധാനം വാഴുമാറാകണമേ. രോഗികളെ നീ സന്ദർശിച്ച് അവർക്ക് സൗഖ്യം നൽകണമേ. ക്ലേശിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ. അടിമത്തത്തിലിരിക്കുന്നവർക്ക് വിടുതലും മോചനവും, ബന്ധുക്കൾക്ക് സ്വാതന്ത്ര്യവും, വിശ്വാസികളായ പരേതർക്ക് നല്ല ഓർമ്മയും ആശ്വാസവും സന്തോഷവും ആനന്ദവും നീ നൽകണമേ. ഈ ആചാരിത ശുശ്രൂഷ വിശ്വാസപൂർവ്വം നീ ഭരമേൽപ്പിച്ചിട്ടുള്ള പാപിയായ എനിക്ക് യഥാർത്ഥ ആചാര്യന്മാർക്ക് ഉചിതമായ നടപടികൾ നൽകുമാറാകണമേ. ഞാൻ അയോഗ്യനായിരിക്കെ നിന്റെ കൃപാമൂലം നീ എനിക്ക് ഭരമേൽപ്പിച്ചു വന്നിരിക്കുന്ന താലന്തിനെ നിന്റെ പ്രചോദനത്താൽ എന്നിൽ കൂടി വ്യാപരിപ്പിച്ചുകൊള്ളണമേ. വിശ്വസ്തരും ജ്ഞാനികളുമായ ഭവന വിചാരകന്മാരോടുകൂടെ നിന്റെ കരുണയാ നിന്നിൽ നിന്നുള്ള പ്രതിഫലത്തിന് ഞാൻ യോഗ്യനായി തീരണമേ. എന്തെന്നാൽ നീ ഉത്തമനും ദാനത്തിൽ സമൃദ്ധിയുള്ളവനും നിന്റെ നൽവരങ്ങൾ അളവില്ലാത്തവയുമാകുന്നുവല്ലോ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴുമല്ല ഇപ്പോഴും ഇന്ന് വന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ വബുകൂല സുബാൻ. ആമീൻ. കർത്താവിന്റെ ശുശ്രൂഷ കൈക്കൊള്ളുകയും അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. അബ്ദു മഹിലോ ഹാത്തോയിലെ ബിമാർ കാദീശ് അബോ കാദീശോ കാദീശ് ബ്രോ കാദീശോ Ruhayo Kadisho Debukadish, the Fermodhato Yobde Kadgoen, Nasraha, Alavishosa, Alavishoso, Daboha in the Hainanidan, Vadmalfonan, Vadakulhunyani, the Mahimni, Yeldadito, Dilo Kadishito, the Traihun, Vanmalavo. പാറക്കുമോർ ദിവ്യജ്ഞാനം ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലവണ്ണം നിന്ന് ബഹുമാനപ്പെട്ട ഈ പട്ടക്കാരന്റെ പ്രാർത്ഥന ഏറ്റുചൊല്ലണം. പിതാവായി സർവശക്തനായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്ന കാണപ്പെടാത്തയുമായ സകലത്തിന്റെ സൃഷ്ടാവായ സത്യദൈവത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രൻ സർവ്വലോകങ്ങൾക്കും പ്രകാശത്തു നിന്നുള്ള പ്രകാശം, ഹൃദയത്തിൽ നിന്നുള്ള ഹൃദയവും, ജനിച്ചവനും സൃഷ്ടിയില്ലാത്തവനും സാരാംശ പിതാവിനോട് സംബന്ധമുള്ളവനും സകലം മനുഷ്യരായ ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി തിരുമനസ്സായ പ്രകാരം സർവ്വത്തിൽ ഇറങ്ങി വിശുദ്ധ റൂഹായാൽ ദൈവമാതാവായ വിശുദ്ധ കന്യാമറിയാമിൽ നിന്ന്
ശരീരയായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിതറയ്ക്കപ്പെട്ട് കഷ്ടതനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സർവ്വത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ അടുത്ത് പാതിരുന്നവനും ജീവനുള്ളവരെ മരിച്ചവരെ വിധിപ്പാൻ തന്റെ വിനോദത്തോടെ ഒരുപാടിരിക്കുന്നവനും തന്റെ അർത്ഥനവസാനമില്ലാത്തവനുമായ യേശുമിശിഹായ കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെ ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിനോട് പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും സ്ത്രീയന്മാരും അതിൽ സംസാരിച്ചനുമായ ജീവനിശുദ്ധിയുള്ള ഗൃഹാലും കാതോലികം ശ്ലൈകികവുമായ ഏകവിശുദ്ധ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ ഒരിക്കൽ മാത്രമാണ് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോരുടെ ഏർപ്പനും ഒരുവാനിന്ന ലോകത്തിലെ പുതുജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമേൻ. യാചിക്കേണ്ടും സമയമിതാ മോചിക്കും നാഴിക ഇതുതാ ഇതു നമസ്കാരത്തിൻ സമയം ഇതു തന്നെ കരുണാ സമയം കരുണയുടെയും അലിവിന്റെയും സമയം താ സത്യാസ്നേഹത്തോടെ സമാധാനം നൽകും സമയം താ സോദരനെ വരുവേ ഒരു പോൽ കരുണയിലും പാർക്കുമോർ സോമൻഗാലോസ് കർത്താവേ, ഈ സമയത്ത് സ്നേഹവും ഐക്യവും പൂർണ്ണ സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴുമല്ല ഇപ്പോഴും ഇന്ന് വന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുകൂല സുബാൻ ലവൽ മിൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. പാർക്കുമോ നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യവുമായ ചുംബനത്താൽ ഓരോരുത്തരും അവനവന്റെ അടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധവും ദിവ്യമായ സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിന് മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവമേ, നിരുപായ ഞങ്ങൾ തലകുനിക്കുന്നു. നിന്റെ അനശ്വരമായ അനുഗ്രഹങ്ങളാൽ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. നിന്റെയും നിന്റെ ഏകജാതന്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുവിഷ്ടം നിറവേറ്റുവാൻ ഞങ്ങളെ നീ യോഗ്യരാക്കണമേ. ഞങ്ങൾ ഇപ്പോഴുമില്ല ഇപ്പോഴും ഇന്ന് വന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുകൂല സുബാൻ ലവൽ മിൻ. നിനക്ക് ഞങ്ങൾ അർപ്പിക്കുന്ന ഈ ബലി മുഖാന്തരം സകല ശുദ്ധ വിചാരങ്ങളെ ഞങ്ങൾ ഒന്ന് ദൂരീകരിക്കണമേ. ഇതിനാൽ ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ഞങ്ങളുടെ ശരീരങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ.
ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലായ്പ്പോഴും ഇന്ന് വന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ഹോശോ വബുകൂല സുബാലൗൽ മിൻ. പാർക്കുമോർ സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും അടക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവഭക്തിയോടും കൂടെ നിന്ന് ബഹുമാനപ്പെട്ട ഈ പെട്ടകാരകളാൽ നമ്മുടെ മുമ്പാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായ കുർബാനയിൽ സൂക്ഷിക്കണം. എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലി സകലത്തിന്റെ ഉടയവനാം പിതാവാം ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും അടയ്ക്കുന്നു. ഈ കുർബാന അനുഗ്രഹങ്ങളും സമാധാനവും ബലിയും സ്തോത്രവുമാകുന്നു. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസവും എന്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. അവിടുത്തെ ആത്മാവോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ഉയരങ്ങൾ പിതാവാം ദൈവത്തിന്റെ വലതുഭാഗത്ത് അശ്യാതമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്ന മഹോന്നതങ്ങളിൽ ആയിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിലിരിക്കുന്നു. ഭയഭക്തിയോട് നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം. കർത്താവിനെ സ്തോത്രം ചെയ്യുന്നത് യുക്തവും ന്യായവുമാകുന്നു. കർത്താവേ, തിരുമുമ്പാകെ നിന്നുകൊണ്ട് ഇടപെടാതെ നിന്നെ മഹത്വപ്പെടുത്തുന്ന ആയിരങ്ങളും പതിനായിരങ്ങളുമായ അഗ്നിമേന്മാരോടൊരുമിച്ച് തൃത്വസ്തുതികളാൽ നിന്നെ പോഴ്ത്തുവാൻ ഞങ്ങളെ നീ യോഗ്യരാക്കണമേ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവത്തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഹോശാന. ദൈവമായ കർത്താവ് തിരുനാമത്തിൽ വന്നവരും വരുവാനിരിക്കുന്നു വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. രക്ഷാകരമായ കഷ്ടാനുഭവത്തിന് നമ്മുടെ കർത്താവ് ഒരുങ്ങിയപ്പോൾ തന്റെ വിശുദ്ധ തൃക്കൈകളിൽ അപ്പമെടുത്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് മുറിച്ചത് അനുഭവിക്കുന്നവർക്ക് നിത്യജീവന് വേണ്ടിയുള്ള തന്റെ പരിശുദ്ധ ശരീരം എന്നതിന് നാമകരണം ചെയ്തു. ലഹോനോ അപ്രകാരം തന്നെ വീഞ്ഞും വെള്ളവും ചേർത്ത് കലർത്തി ഉണ്ടാക്കിയതായ കാസായും താനെടുത്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് ശുദ്ധീകരിച്ച് അത് അനുഭവിക്കുന്നവർക്ക് നിത്യജീവന് വേണ്ടിയുള്ള തന്റെ വലിയേറി രക്തമാട്ടതിനെ പൂർത്തിയാക്കി. ലഹോനോ ഞാൻ വരുന്നതുവരെ എന്റെ സ്മരണയ്ക്കായി ഇപ്രകാരം നിങ്ങൾ ചെയ്യുവീരെന്ന് പറഞ്ഞുകൊണ്ട് ഇവ വിശുദ്ധ സ്ലീഹന്മാരെ കർത്താവ് ഭരമേൽപ്പിച്ചു. അതാമോ ദോസേനോ മൃതിയോർത്തങ്ങൾ നിന്നുത്താനമ
കാക്കുന്നു നിൻ പുനരാഗമനം വാഴ്വരുളുക ഞങ്ങൾ നിന്റെ മനുഷ്യാവതാരത്തിലെ സകല രക്ഷാ പ്രവർത്തനങ്ങളെയും നിന്റെ സഭയോർക്കുന്നു. ഓരോരുവരും അവനവന്റെ പ്രവൃത്തികൾക്ക് അനുസരണമായി പ്രതിഫലം കൊടുക്കുന്ന ഭ്രമജനകമായ നിന്റെ പുനരാഗമനത്തെ ഞങ്ങൾ അനുസ്മരിക്കുകയും ചെയ്യുന്നു. തന്മൂലം നിന്റെ സഭയും നിന്റെ ഇടവകയും നിന്നോടും നീ മുഖാന്തരം നിന്റെ കൂടെ നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമെന്ന് പശ്ചാത്താപത്തോട് പ്രാർത്ഥിക്കുന്നു. ലാബൂ കാദംറോ. സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും നിന്നോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഉത്തമനായുള്ളോവേ, കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. പാർക്കുമോറിന്റെ വാത്സല്യമുള്ളവരെ, ജീവനുള്ള പരിശുദ്ധ രൂഹ സ്വർഗമാകുന്ന മേലുള്ള ഉരങ്ങളിൽ നിന്ന് പ്രതാപത്തോടുകൂടി ഇറങ്ങി വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനമേൽ പൊരുന്നി ആവസിച്ച് അതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴികത്ര ഭയങ്കരവും ഈ സമയം എത്ര ഭ്രമിക്കത്തക്കതുമാകുന്നു. നിങ്ങളടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പേ. ഞങ്ങളെല്ലാവരും കൂടി സമാധാനം, ഞങ്ങളെല്ലാവർക്കും സമൃദ്ധിയും ഉണ്ടായിരിക്കണമേ. എന്നോട് ഉത്തരവരണമേ. കർത്താവേ, എന്നോട് ഉത്തരവരണമേ. കർത്താവേ, എന്നോട് ഉത്തരമരളി. ഉത്തമനെ ദയവു തോന്നി എന്റെ മേൽ കരുണ ചെയ്യണമേ. കുരിയലായിസോൻ, കുരിയലായിസോൻ, കുരിയലായിസോൻ. പരിശുദ്ധ റൂഹ വസിച്ച ഈ അപ്പത്തെ ഞങ്ങളുടെ ദൈവമായ മിശിഹാ തമ്പുരാന്റെ തിരുശരീരമായി താനാക്കി തീർക്കുമാറാവട്ടെ. പരിശുദ്ധ റൂഹ വസിച്ച ഈ കാസായിലെ കലർപ്പിനെ ഞങ്ങളുടെ ദൈവമായ മിശിഹാ തമ്പുരാന്റെ തിരുരക്തമായി താൻ രൂപാന്തരപ്പെടുത്തുമാറാവട്ടെ. കർത്താവേ, തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്ന സകലർക്കും ഇവ കടങ്ങളുടെ പരിഹാരത്തിനായി തീരുകയും തന്മൂലവർ നിത്യജീവനവാസികളായി തീരുകയും ചെയ്യണമേ. അവർ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴുമല്ല ഇപ്പോഴും ഇന്ന് വന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുകൂല സുബാൻ ലവൽ മിൻ. ആരയ്ക്കുമോർ ഇന്ന് ഈ ആയുഷ്കാലത്ത് നമ്മുടെ ദിശന്മാരായിരുന്ന് 4 ഭാഗങ്ങളിലുമുള്ള ദൈവത്തിന്റെ വിശുദ്ധ സഭകളെ മേച്ചു ഭരിക്കുന്ന ശുദ്ധിവാന്മാരും ബഹുമാനപ്പെട്ട ഒരു ഭാഗ്യവാന്മാരുമായി ദൈവത്താൽ നിർത്തു പോരുന്ന നമ്മുടെ പാത്രിസന്മാരായ ആബൂന്മാർ ഇഗ്നാസോസിനു വേണ്ടിയും ആബൂന്മാർ ബെസേലിയോസിനു വേണ്ടിയും ആബൂന്മാർ ഗ്രിഗോറിയോസിനു വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടക്കാരൻ ആബൂന്മാർ ദിമത്രിയോസിനു വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സലെപ്പിസ്കോപ്പന്മാർക്ക് വേണ്ടിയും മഹത്വവും ഭയങ്കരവും പരിശുദ്ധവുമായ ഈ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ പരിശുദ്ധ സഭയ്ക്ക് ശാന്തിയും സമാധാനവും അതിലെ ഇടയന്മാർക്ക് ഉത്തമവും പ്രശാന്തവുമായ ദീർഘായുസും നൽകണമേ. സത്യവചനം ശരിയായിട്ട് പഠിപ്പിക്കുന്ന ഇടയന്മാരെ അതിലെഴുന്നേൽപ്പിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുകൂല സുബാൻ ലവൽ മിൻ. ആർക്കുമോ സർവശക്തിയുള്ള ദൈവമായ കർത്താവേ,
പലവിധമായ കഠിന പരീക്ഷകളിലാകപ്പെട്ട് നിന്നിൽ ആശ്രയിച്ചിരിക്കുന്നവരുടെ രക്ഷയ്ക്കു വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിന് വേണ്ടിയും ഈ നാഴികയിൽ ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസ്സാരരും ബലഹീനരുമായ ഞങ്ങളോടും കൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യൈക്യവും അഭിവൃദ്ധി ഉണ്ടാകുവാനായിട്ടും അവർ സുഹൃത്തുമുള്ളവരായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, സഭയിൻ കൂടാരത്തിൽ നിനക്ക് വെടിപ്പുള്ള ധൂപം അർപ്പിച്ച് ഇസ്രായേൽ ജനത്തിൽ നിന്ന് വസന്തയെ നിരോധിച്ച അഹരോനെ പോലെ ഞങ്ങൾ തിരുമുമ്പാകെ അപേക്ഷിക്കുന്നു. നിന്റെ പരസ്യ ജീവിതകാലത്ത് നിന്നെ തൊട്ടവരും നീ തൊട്ടവരും നിന്നോട് അപേക്ഷിച്ചവരും സൗഖ്യമായതുപോലെ കൊറോണ വൈറസ് രോഗത്തിന് അടിമപ്പെട്ടവരെയും രോഗവ്യാപനം തടയുവാൻ പ്രത്യേകമായി മാറ്റി താമസിക്കപ്പെട്ടിരിക്കുന്നവരെ ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ജീവൻ അപകടത്തിലാണെന്ന് തിരിച്ചറിഞ്ഞ് നിന്നിൽ ആശ്രയിച്ചുകൊണ്ട് രോഗികളെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാരെയും മറ്റ് ശുശ്രൂഷകരെയും നീ അനുഗ്രഹിക്കണമേ. അവരെ എല്ലാവരെയും രോഗബാധയിൽ നിന്ന് സംരക്ഷിക്കുകയും ആത്മവിശ്വാസം കൊണ്ടവരെ നിറയ്ക്കുകയും ചെയ്യണമേ. ആവശ്യമായ സമയത്ത് അധികാരികളിൽ നിന്ന് സഹായം ലഭ്യമാകുവാൻ അധികാരവർഗത്തിന് മനസ്സലിവും ഉത്തരവാദിത്ത ബോധവും നൽകണമേ. ദൈവാലയത്തിലേക്ക് വരാൻ സാധിക്കാതെ മനോവിഷമത്തിലായിരിക്കുന്ന വിശ്വാസികളെ നിന്നോടുള്ള ഭയഭക്തി കൊണ്ട് നിറയ്ക്കണമേ. രോഗവ്യാപനത്തിന്റെ ഫലമായി ജോലി നഷ്ടപ്പെട്ടവരെയും സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്നവരെയും തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. രോഗം മൂലം മരണമടഞ്ഞവരുടെ കുടുംബത്തെ നിന്റെ കൃപയാൽ നിറയ്ക്കുകയും മനോവിഷമത്തിൽ നിന്ന് അവരെ വിമുക്തരാക്കുകയും ചെയ്യണമേ. കർത്താവേ, ഞെരുക്കത്തിലും ദാരിദ്ര്യത്തിലും ക്ലേശിക്കുന്ന എല്ലാവർക്കും നിന്റെ സഹായങ്ങളെ നൽകണമേ. അവരെയും അവരെ സഹായിക്കുന്നവരെയും കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുക്കുല സുബാലവൽമിൻ. ബാറക്കുമോർ 4 ഭാഗങ്ങളുള്ള ദൈവത്തിന്റെ സഭകളെയും ദേവരാകളെയും സത്യവിശ്വാസത്തിൽ നിരത്തുറപ്പിച്ച വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സ്ഥലഭരണകർത്താക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസികളുമായ ജനങ്ങളുടെ സമൂഹം ക്രിസ്ത്യാനി സമൂഹം മുഴുവൻ സുഹൃത്തുമുള്ളവരായ തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, അദൃശ്യനായ ശത്രുവിനെയും അവന്റെ ക്രൂരവാഴ്ചയും ഞങ്ങളിൽ നിന്ന് നീക്കം ചെയ്യണമേ. കരുണയില്ലാത്ത അധിപന്മാരുടെ കയ്യിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. അതിപ്പോഴും എല്ലായ്പ്പോഴും ഇന്ന് വന്നേക്കും തന്നെ. ബാറക്കുമോർ ഭൂമിയിലെ സകലവംശങ്ങളുടെ ഭാഗങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മഹത്വമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യകയും ഭാഗ്യവതിമായ ദൈവമാതാവ് മറിയാമിനെ നിങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ പരിശുദ്ധന്മാരെയും ദിവ്യന്മാരെയും പ്രസംഗക്കാരായ ശ്ലീഹന്മാരെയും ഏവങ്കേലിയസന്മാരെയും സഹോദരന്മാരെയും മോദനന്മാരെയും ഭാഗ്യവാനും യജമാന്റെ മുന്നോട്ടക്കാരനുമായ മാര്യോഹാരനായും ഷമാശന്മാരെ പ്രധാനിയും സഹോദരന്മാരും പരിശുദ്ധനും മഹത്വമുള്ളതുമായ മാസ്തേപാനോസിനെയും ശ്ലീഹന്മാരെ തുലവന്മാരായ ഉന്നതപ്പെട്ട പത്രോസിനെയും മാർ പൗലോസിനെയും നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായും ശേഷം സലശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ വിശുദ്ധന്മാരുടെ പാർശ്വങ്ങളിൽ ഞങ്ങളെ നീ സംരക്ഷിക്കണമേ. അവരുടെ അടികളിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തണമേ. അവരോടൊരുമിച്ച് ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോ വബുക്കുല സുബാലവൽമിൻ. ബാറക്കുമോ
ശ്ലൈഹികവും കുറ്റരഹിതമായ വിശ്വാസത്തെ പാലിച്ചുകൾ കേൾപ്പിച്ചവരായി ശുദ്ധിമാരുടെ സ്ഥലത്ത് ശുദ്ധിയോടും കോട്ടി ദ്രാവിച്ച് വിശ്രമിക്കുന്നവരെയും നിക്കിയാലും ക്രിസ്തുവിനോ പോലീസിലും എപ്പേസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ 3 പുതുസുനോദോസുകളെയും അവരുടെ നീതന്മാരും അൽപ്പാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ദർശനങ്ങളുടെ പിതാക്കന്മാരെയും ഊർശ്വമിൽ ഒന്നാമത്തെ പ്രധാന ആചാര്യനും പുണ്യവാനും സ്ലീഹായും സഹതായമായ യാക്കോബും ഇഗ്നാത്തിയോസും ക്ലീമീസും ദിവനാസിയോസും അത്താനാസിയോസും ഈലിയോസും ബസേലിയോസും ഗ്രിഗോറിയോസും ദിയസ്കോറോസും തീമോത്തിയോസും ഫീലക്സീനോസും അന്തീമോസും ഇയാവാനീസും വചനമായ ദൈവം ശരീരമായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാൻ ഉന്നത ഗോപുരമായ പ്രസ്ഥനായ കുറിലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിന്റെ വിശ്വസഭ മുഴുവന്റെയും വിവേകമുള്ള വായും തൂണും മൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ടറിഞ്ഞ മേച്ചിൽ സ്ഥലവും മറിയാം ദൈവമാതാവെന്ന് സംശയം കൂടാതെ ഇപ്പോഴും പ്രസംഗിച്ചനുമായ ഞങ്ങളുടെ പാത്രകീസ് മാസേവേറിയോസും സത്യവിശ്വാസം നിർത്തിയ നീതിമാനും പരിശുദ്ധനുമായ ബാബ മറിയാക്കോ ബുർധാനായും മറാപ്രേമും മറിയാക്കോ മർസാക്കും മർബാലായും ദുഃഖമൽ തലനായ മാർ ബർസവുമായി മർശമോന്തോസ്തിനെയും തിരഞ്ഞെടുപ്പ് മറാബഹായും മലങ്കര പരിശുദ്ധന്മാരായ മാർ ഗ്രിഗോറിയോസും മാർ ദിവനാസിയോസും എൽദോ മാർ ബെസേലോസും ഞങ്ങളുടെ പിതാക്കന്മാരെയും ചൊവ്വുള്ളതും കുറ്റരഹിതവുമായ വിശ്വാസത്തെ പാലിച്ചങ്ങൾ കേൾപ്പിച്ചവരായി ഇവരുടെ മുമ്പേരുടെ കൂടെയും ഇവർക്ക് ശേഷമുള്ള സഹരെയും ഞങ്ങൾ ഓർക്കുന്നു. അവിടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, സത്യവിശ്വാസത്തിൽ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കാത്തവരും കുറ്റമില്ലാത്തവരുമായി ഞങ്ങളെ നീയാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ വബുകൂല സുബാൻ ലവൽമിൻ. അരൂപയുടെയും സല ജഡങ്ങളുടെ ഉടവനായിരിക്കുന്ന പിതാവാം ദൈവമേ, സത്യവിശ്വാസത്തിൽ മുൻകൂട്ടി നിദ്ര പ്രാപിച്ച് വിശ്രമിച്ച് നിന്റെ അടുക്കൽ വന്നുയർന്നവരായ ഈ പരിശുദ്ധ മദ്ബഹായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്ത് നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സല മരിച്ചുപോയവരെ ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും അരൂപകളെയും നിന്റെ അടുക്കിലേക്ക് എടുത്തുകൊണ്ടവനായ നമ്മുടെ ദൈവമായ മെസ്സിഹായോട് ധാരാളമായ തന്റെ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മെ അവരെ നിന്റെ സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായി നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം കുറിയലായിസോൻ നട്ടസിച്ച് പറയണം. കുറിയലായിസോൻ, കുറിയലായിസോൻ, കുറിയലായിസോൻ. കർത്താവേ, കരുണയോട് ഞങ്ങളുടെ പരേതരെ നീ കടാക്ഷിച്ച് അവരുടെ കടങ്ങൾ പരിഹരിക്കുകയും തെറ്റുകൾ ക്ഷമിക്കുകയും ചെയ്യണമേ. എന്തെന്നാ നിന്റെ ഏകപുത്രന്റെ ശരീരരക്തങ്ങൾ അവരുടെ അവയവങ്ങൾ മറഞ്ഞിരിക്കുന്നുവല്ലോ. അവൻ മൂലമുള്ള കരുണയും പാപമോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും ഒരു അവൻ തന്നെ ശരണപ്പെടുന്നു. ദൈവമേ, സത്യവിശ്വാസത്തോടുകൂടി ഞങ്ങളിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന സർവ്വനശ്വരനെ മനസ്സോടും മനസ്സുകൂടാതെയും അറിവോടും അറിവുകൂടാതെയും എന്റെ തിരുമുമ്പിൽ ഞങ്ങൾ വരും ചെയ്തു പോയിട്ടുള്ള പിഴകളെ ക്ഷമിക്കണമേ. ഞങ്ങളുടെയും ഞങ്ങളുടെ പരേതരുടെയും അപരാധങ്ങളെ നീ ഓർക്കരുതേ. ഞങ്ങളെയും അവരെയും ക്രിസ്തീയ അന്ത്യത്തിന് നീ അർഹരാക്കി തീർക്കണമേ. തന്മൂലം സകലത്തിലും ബഹുമാന്യവും വാഴ്ത്തപ്പെട്ടതുമായ നിന്റെ തിരുനാമം ഞങ്ങളുടെ കർത്താവേ യേശുമിശിഹായോടും നിന്റെ പരിശുദ്ധ റൂഹായോടും കൂടെ സകലത്തിൽ വന്ന പോലെ ഈ കുർബാന വഴിയായും മഹത്വപ്പെടുകയും പോഴ്ത്തപ്പെടുകയും ചെയ്യുവാനിടയാകണമേ. ഹോശോ വബുകൂല സുബാൻ ലവൽമിൻ. ലോകാലോകങ്ങളോട് സ്തുതിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടാ
ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ഗ്രഹമോ വലിയവനും നമ്മുടെ രക്ഷിതാവുമായ യേശുമിശിഹാകുന്ന ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ എന്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അൻപുടയോനേ നിൻവാതിൽ ഹല്ലേലൂയ ഹല്ലേലൂയ മുട്ടുന്നു ദാസർനാഥം ബാരക് മോർ കുറിയിലായിസോ അലിവോടു ശിക്ഷിച്ചടിയാരേ ഹല്ലേലൂയ ഹല്ലേലൂയ അരിശം നീക്കി കാക്കണമേ ബാരക് മോർ കുറിയിലായിസോ നിന്നെ വിളിക്കുന്നേ നാഥ ഹല്ലേലൂയ ഹല്ലേലൂയ നിന്നുദവിക്കായി ബലഹീന ബാരക് മോർ കുറിയിലായിസോ കർത്താവേ കാരുണ്യത്താൽ ഹല്ലേലൂയ ഹല്ലേലൂയ കനിവടിയായി ചെയ്യണമേ ബാരക് മോർ കുറിയിലായിസോ എന്റെ ഹല്ലേലൂയ ഹല്ലേലൂയ തിന്മകളെ നീ ഓർക്കരുതേ ബാരക് മോർ കുറിയിലായിസോ പ്രാർത്ഥിക്കണം കുറിയിലായിസോ പ്രാർത്ഥനകൾ കൈക്കൊള്ളുന്നവനും അപേക്ഷകൾക്ക് മറുപടി നൽകുന്നവനുമായ ദൈവമേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പരിശുദ്ധനായ നിന്റെ ഏകപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള കർത്തൃ പ്രാർത്ഥന നുറങ്ങിയ ഹൃദയത്തോടുകൂടെ സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരയണമേ, നിന്റെ ഇഷ്ടസ്ഥലങ്ങളെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഉപദ്രവമേ ഞങ്ങളുടെ ആരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് നീ പ്രവേശിപ്പിക്കരുതേ, പിന്നെ നീക്ഷിച്ചുകൊള്ളണമേ. തുടർന്നാൽ ശക്തിയും മഹത്വവും ദൈവമായ കർത്താവേ, ദുഷ്ടനിൽ നിന്നും എല്ലാവിധമായ നിയമലംഘനത്തിൽ നിന്നും ഞങ്ങളെ നീ രക്ഷിച്ചുകൊള്ളണമേ.
ഞങ്ങളുടെ പാപങ്ങളും ഭോഷത്വങ്ങളും ഞങ്ങളോട് നീ ക്ഷമിക്കുകയും ചെയ്യണമേ. ഞങ്ങൾക്കും ഏതെങ്കിലും വിധത്തിൽ ഞങ്ങളോട് കുറ്റം ചെയ്തിട്ടുള്ള എല്ലാവർക്കും നീ പാപപരിഹാരം നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുകൂല സുബാലവൽമിൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊള്ളുന്നതിന് മുമ്പ് വീണ്ടും കരുണയുള്ള കർത്താവിനും വാങ്ങി നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവമേ, നിന്റെ തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ, നിന്റെ ഏകജാതന്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുവാൻ പ്രതീക്ഷിച്ചുകൊണ്ട് നൽകുന്ന നിന്റെ ജനങ്ങളെയും നിന്റെ ഇടവയിലെ ആടുകളെയും വലുതായി ആവസിപ്പിച്ച് ആശീർവദിക്കണമേ. ഞങ്ങളുടെ ആത്മശരീരങ്ങളെ നീ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുകൂല സുബാലവൽമിൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, പരിശുദ്ധവും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്ത സ്വയംഭവും അനാദിത്യവും അന്ത്യവും സാരാംശത്തിലൊന്നായിരിക്കുന്നതുമായ വിശുദ്ധ തൃത്വത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും എന്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കുമുണ്ടായിരിക്കട്ടെ. ആമേൻ. ബാറക്കുമോ, ഭയത്തോടും വിറയലോടും നാം സൂക്ഷിക്കണം. കർത്താവേ, കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഈ വിശുദ്ധതകൾ വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കുമായി നൽകപ്പെടുന്നു. പരിശുദ്ധനായ പിതാവും പരിശുദ്ധനായ പുത്രനും പരിശുദ്ധനായ റൂഹായുമല്ലാതെ പരിശുദ്ധനില്ല. ആമേൻ. ഒന്നായിരിക്കുന്ന പിതാവിനും പുത്രനും ജീവനുള്ള പരിശുദ്ധ റൂഹായിക്കും എന്നേക്കും സ്തുതി. ആമേൻ. കരുണയോട് ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ. ആമേൻ. തന്റെ വിലയേറിയ കഷ്ടാനുഭവങ്ങൾ മൂലം ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ. ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പൂർണ്ണമാക്കുന്ന ജീവനുള്ള ഏക പരിശുദ്ധ റൂഹായും നമ്മോടുകൂടെ. കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ദൈവസുധർനാമായിടുവാൻ ആയുഷ്കാലി പഠിപ്പിച്ച താതൻ മാനെ ഓർക്കേണം. പ്രാർത്ഥന കുർബാനകളിൽ നാം ശാശ്വത രാജി സ്വർഗത്തിൽ നീതിജ്ഞന്മാരെന്നെ വരപ്പം ദൈവസുതൻ ആശ്വാസമവർക്കീടും. മുറിയോരായി നിന്നാൾ സ്തുതിയോടു രാജമകൾ ഹാലേലൂയ ഓ ഹാലേലൂയ. നിൻ വലമായി രാജഭാമിനിയും നിന്നഴകരജൻ മോഹിപ്പാ
ഹാലേലൂയായോ ഹാലേലൂയ നിൻ ജനമോർക്കായി പിതൃഗൃഹവും മാർക്കുമോ മൂലം വാദാമുൽമൂലം വൽമീരാമേ ദുർപുകഴ്ച ഭാജനമേ നിന്നിലുദിച്ചോരേകസുധൻ തൃക്കരഞ്ഞങ്ങളിൽ അലിവാന്ത പക്കലപേക്ഷയടക്കേണം സ്തൗമൻ കാലസ്കുറിയിലായിസോ മന്നമകൾക്കായി ശ്ലോമോ വന്ദേകി ദൂതവരൻ നിന്നോടു കൂടൻ നാഥൻ നിന്നിൽ തൻ ഉദയമതും മാർക്കുമോ ശുഭഹോല ബോല ബറോവൽ റോഹോ കാദീശോ അഖില ജഗൽ പതിയേ നായകനായി ഘോഷിച്ച അതിബഹുമാനിച്ചു മറിയാം വലുതാം പടവായ്താം മുറിയോറാവേ മേലെ നുവാതാറായി വൃത്തിയുടരുതേ മാതാവേ ഞങ്ങൾക്കായുള്ള അർത്ഥനയെ ഞങ്ങളിൽ ആർദ്രത തോന്നിട നീതിമാൻ പന പോലെ തളിർത്തിടുമേ ഹാലേലൂയ വളരും അവൻ ലബനോൻ കാരികിൽ വൃദ്ധതയിലും അവ തളിരിട്ടു തഴച്ചിടുമേ ഹാലേലൂയ വർദ്ധിക്കും അവർക്ക് തുഷ്ടി പുഷ്ടികളും വാർക്കുമോ മെൻപോലൻ വാദാമുൽമൂലൻ വൽമീനാമേ ഒരു പോലിങ്ങും ഓർത്തോ മാസ്ലിഹ ഉണ്ടേ മേലും നിന്നോർമ്മ ഉതകണമേ നിൻ പ്രാർത്ഥന നിൻ ഓർമ്മയെ ബഹുമാനീശോർക്കാൻ സൗവൻ കാലസ്കുറിയേലായിസോ പ്രാർത്ഥനയിൻ സമയമീതല്ലോ മോർ ഗ്രീഗോറിയോസ് പതിവിൻ പാടി നിൻ കൂട്ടത്തലയായി പ്രാർത്ഥിക്ക ഇമ്പമെഴും നിൻ പാട്ടിൽ ശ്രദ്ധിച്ചിടുന്നേ ആടുകളെ മൂശേ പോൽ കൈവാഴ്ത്തേണം ബാറയ്ക്കുമോ ബോല ബോല ബറോവൽ റോഹോ കാദീശോ നിന്നെ വരേച്ചുരുതാതെന്നും മോർദീവന്നാസിയോസ് നിന്നോർമ്മയെ ബഹുമാനിച്ച സുധനും സ്തോത്രം നിന്നെ ഓടി ചൂടേടുന്ന റോഹാവന്ദ്യൻ നിൻ പ്രാർത്ഥന കൃപയേറ്റട്ടെ ഞങ്ങൾ എന്നും മുറിയുറാഹിൻ മലൈ നുവതാറൈ പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോടായി അടികളെയും തൻ കോപത്തിൻ വടികളെയും വായിച്ചീടാ റോഹോയോ കാദീശോ ഹാദാലോഹോ ഷാറീറോ ലവോലം ബൊൽമീൻ ആമേ. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാവട്ടെ.
ഇന്ന് നാം വായിച്ചു കേട്ടതായ വിശുദ്ധ ഏവൻഗേലിയോൻ ഭാഗം വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 32 മുതൽ 39 വരെയുള്ള വാക്യങ്ങളാണ്. യേശുതമ്പുരാൻ 7 അപ്പവും മീനും എടുത്ത് സ്തോത്രം ചെയ്ത് തന്റെ വചനം കേൾക്കുവാനായി കടന്നുവന്ന ജനസമൂഹത്തിന് നൽകുന്ന ഒരു പ്രത്യേകമായ സംഭവമാണ് ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായിട്ട് സഭ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ വിശുദ്ധമായ വേദഭാഗത്തിലേക്ക് കണ്ണുകൾ ഓടിക്കുമ്പോൾ ഈ വേദഭാഗം ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് നമുക്ക് തരുന്നതായ ആശയങ്ങൾ വിവിധങ്ങളാണ്. ഇതിന്റെ തുടക്ക ഭാഗത്ത് ഇപ്രകാരമാണ് പറയുന്നത്: യേശു ശിഷ്യന്മാരെ വിളിച്ച് അവരോട്. യേശുവിന്റെ വിളിക്ക് ഒരു പ്രത്യേകതയുണ്ട്. യാതൊരു പക്ഷാഭേദവുമില്ലാത്ത ഒരു വിളിയാണ് യേശുവിന്റെ ഈ വിളി എന്ന് പറയുന്നത്. യേശു ശിഷ്യന്മാരെ വിളിച്ച്, യേശുവിന്റെ 12 ശിഷ്യന്മാരാണുള്ളത്. ഈ 12 ശിഷ്യന്മാരും ഈ യേശുവിന്റെ പ്രസംഗം കേൾക്കുവാൻ തക്കവണ്ണം യേശുവിനോടൊപ്പമുണ്ട്. ജനങ്ങൾക്ക് അപ്പം നൽകുവാൻ, അവരുടെ വിശപ്പിനെ അകറ്റുവാൻ തക്കവണ്ണം യേശു ശിഷ്യന്മാരെ വിളിക്കുമ്പോൾ 1-2 പേരെ വിളിച്ച് അവിടെ പക്ഷാഭേദം കാണിക്കുന്നില്ല. എല്ലാ ശിഷ്യന്മാരെയും ഒന്നിച്ചു വിളിക്കുകയാണ്. യേശു ശിഷ്യന്മാരെ വിളിച്ച് അവരോട്, ഈ ജനത്തിൽ എന്റെ മനസ്സലിയുന്നു. യേശുവിന്റെ മനസ്സിന്റെ അലിവ്, മനസ്സിന്റെ പ്രയാസം, മനസ്സിലൂടെ പോകുന്നത് മുഴുവൻ ശിഷ്യന്മാരോടും യേശു തമ്പുരാൻ അറിയിക്കുകയാണ്. പലപ്പോഴും ഇന്ന് ആത്മീക ലോകത്ത് സംഭവിക്കുന്നത് വളരെ പക്ഷാഭേദങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഒരു പ്രത്യേകമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഈ വാക്യത്തിന് വളരെ പ്രസക്തിയുണ്ട്. കുറച്ച് ശിഷ്യന്മാരെ മാത്രം വിളിച്ച് ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയല്ല, എല്ലാവരെയും വിളിച്ച് എല്ലാവർക്കും ജനങ്ങളുടെ അടുക്കിലേക്ക് കടന്നു ചെല്ലുവാനും അവരുടെ വിശപ്പ് അകറ്റുവാൻ തക്കവണ്ണം അപ്പം നൽകുമ്പോൾ ആ ജനങ്ങളുടെ മുഖത്ത് വിരിയുന്നതായി പുഞ്ചിരി ദർശിക്കുവാനും അവരോട് സംസാരിക്കുവാനും ആ സന്തോഷം എല്ലാവർക്കും ഒരുപോലെ പങ്കിട്ടെടുക്കുവാൻ തക്കവണ്ണം മുഴുവൻ ശിഷ്യന്മാരെയും വിളിച്ചിട്ട് യേശു അവരോട് പറയുകയാണ്. അതൊരു വലിയ ദൈവവിളിയാണ്. മനുഷ്യന്റെ വിളിയിൽ പക്ഷാഭേദമുണ്ട്. മനുഷ്യന്റെ വിളി എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മോട് ചേർന്ന് നിൽക്കുന്നവരെ ആയിരിക്കും നമ്മൾ വിളിക്കുന്നത്, അല്ലെങ്കിൽ ഇന്നയാളിനത് ചെയ്യുവാൻ കഴിവുണ്ട് എന്നുള്ളത് കൊണ്ടായിരിക്കാം നമ്മൾ വിളിക്കുന്നത്. മനുഷ്യന്റെ ക്രൈറ്റീരിയ അല്ല ദൈവത്തിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ദൈവം 12 ശിഷ്യന്മാരെയും, യേശുതമ്പുരാൻ 12 ശിഷ്യന്മാരെയും യാതൊരു പക്ഷാഭേദവും കൂടാതെ ഈ ഒരു ദൗത്യം ഏറ്റെടുത്ത് നടത്തുവാൻ തക്കവണ്ണം വിളിക്കുകയാണ്. അതൊരു ദൈവവിളിയുടെ പ്രത്യേകതയാണ്. ഇന്ന് നമ്മുടെ ആത്മീക ലോകത്ത് ഉണ്ടാകേണ്ട വിളിയുടെ പ്രത്യേകതയും അതുതന്നെ ആയിരിക്കണം. എല്ലാവരെയും ഒന്നിച്ച് ചേർത്ത് കൊണ്ട് പോകുന്ന, എല്ലാവരെയും ഒന്നിച്ച് വിളിക്കുന്ന, എല്ലാവർക്കും ഒന്നിച്ച് സന്തോഷം ലഭിക്കുന്ന ഒരു പുതിയ വിളി നമുക്ക് ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. രണ്ടാമത് ഈ ഭാഗത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് യേശുവിന്റെ മനസ്സലിവ്. പലപ്പോഴും നമ്മൾ ധാരാളം പ്രസംഗങ്ങൾ കേൾക്കുവാൻ പോകുന്നവരാണ്. പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്ന ആൾക്കാർക്ക് അവർക്ക് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുക എന്നുള്ളതിനേക്കാൾ ഉപരിയായി കേൾക്കുന്ന ജനങ്ങളുടെ മാനസിക അവസ്ഥയോ ശാരീരികമായ ബലഹീനതയോ മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. അവർ പറഞ്ഞുകൊണ്ടിരിക്കും, ജനങ്ങൾ കേട്ടുകൊണ്ടിരിക്കും. എന്നാൽ യേശുവിന്റെ പ്രസംഗം എന്ന് പറയുന്നത് അവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയുടെയും മുഖത്തുണ്ടാകുന്ന സങ്കടങ്ങളും വിഷമങ്ങളും യഥാർത്ഥമായി മനസ്സിലാക്കുവാനും ആ മനുഷ്യനിൽ എന്തെങ്കിലും ബലഹീനതയുണ്ട്, ആരോഗ്യക്കുറവുണ്ട്, പ്രയാസങ്ങളുണ്ട് എങ്കിൽ അത് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുവാനുമുള്ള ഒരു വലിയ കഴിവ് യേശു ദൈവമായിരുന്നത് കൊണ്ട്, യേശുവിനുള്ളത് കൊണ്ട് തന്നെയാണ് യേശുവിന് മനസ്സിലായി ഈ ജനങ്ങൾ തളർന്നു പോകാൻ സാധ്യതയുണ്ട്, അവർക്ക് വിശപ്പുണ്ട്. അതുകൊണ്ട് ആത്മീക ലോകത്തിൽ ജനങ്ങളോട് സംസാരിക്കുമ്പോൾ ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുവാനും അവരുടെ ബുദ്ധിമുട്ടിനനുസരിച്ച് പ്രവർത്തിക്കുവാനും നമുക്ക് ശ്രമിക്കേണ്ടത് വളരെ ആവശ്യമാണ് എന്നുള്ള കാര്യം ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും.
യേശുവിന് ജനങ്ങളിൽ മനസ്സലിവ് തോന്നുകയാണ്. ചിലപ്പോഴൊക്കെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ജനങ്ങളുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കാതെ നമ്മൾ നമ്മുടെ കർത്തവ്യങ്ങൾ ചെയ്യുന്നു പോകുന്നു എന്നുള്ളതിനേക്കാൾ ഉപരിയായി അവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇറങ്ങിച്ചെല്ലുന്ന സ്വഭാവം പ്രസംഗകർക്ക് കുറവാണ്. യേശുവിന്റെ പ്രസംഗം കേൾക്കുവാൻ വരുമ്പോൾ യേശു തന്റെ അവരുടെ ശരീരത്തിന്റെ പ്രയാസങ്ങളും അവരുടെ മനസ്സിന്റെ ബുദ്ധിമുട്ടുകളും ഒക്കെയും മനസ്സിലാക്കിക്കൊണ്ട് ഉള്ള ഒരു ദൈവവചന ശുശ്രൂഷയാണ് അവിടെ നടന്നിരുന്നത്. മൂന്നാമതായി യേശു തമ്പുരാൻ പറയുന്നത് ഈ മനസ്സലിവ് തോന്നുവാനുള്ള കാരണം ഈ ജനങ്ങൾ അനേക ദിവസങ്ങളായി യേശുവിനോടൊപ്പം ആയിരിക്കുകയാണ്. യേശുവിന്റെ വചനം ശ്രവിച്ച് യേശുവിൽ നിന്ന് അവർ മാറ്റപ്പെട്ട് അവരുടെ ഭവനത്തിലേക്ക് പോകുമ്പോൾ വഴിയിൽ വെച്ച് തളർന്നു പോകുവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള തിരിച്ചറിവ് ആണ് യേശുവിനെ ഈ മനസ്സലിവിന് പ്രേരിപ്പിക്കുന്നത്. വഴിയാഹാരം, നമ്മുടെ സഭാവിശ്വാസത്തിൽ വഴിയാഹാരം എന്ന് പറയുന്ന വാക്കിന് വളരെ അർത്ഥമുണ്ട്. നമ്മുടെ വഴിയാഹാരം എന്ന് പറയുന്നത് നമ്മുടെ സ്വർഗരാജ്യത്തിലേക്കുള്ള നമ്മുടെ യാത്രയിൽ, ആ ഒരു ആത്മീക യാത്രയിൽ തളർന്നു പോകാതിരിക്കുവാൻ തക്കവണ്ണം നാം എല്ലാ ഞായറാഴ്ചയും ഭക്ഷിക്കുന്ന ഒന്നാണ് വഴിയാഹാരം, യേശുവിന്റെ തിരുശരീരവും തിരുരക്തവും എന്നുള്ളത്. ആ യേശുവിന്റെ തിരുശരീരവും തിരുരക്തവും എല്ലാ ഞായറാഴ്ചയും അനുഭവിക്കുവാൻ കഴിഞ്ഞില്ല എങ്കിലും മാമോദീസായിൽ മാത്രം, മാമോദീസ ഏൽക്കുന്ന സമയത്താണല്ലോ ആദ്യമായി വിശുദ്ധ കുർബാന നൽകുന്നത്. ആ ദിവസം മാത്രമാണ് യേശുവിന്റെ ശരീരവും രക്തവും അനുഭവിച്ചത് എങ്കിലും അവൻ മരിക്കുന്ന സമയം വരെയും ആ മനുഷ്യന്റെ ശരീരത്തിൽ യേശുവിന്റെ ശരീരവും രക്തവും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ കൊറോണ വൈറസിന്റെ വ്യാപനത്തിന്റേതായ സാഹചര്യത്തിൽ അനേക നാളുകളായി വിശുദ്ധ കുർബാന അനുഭവിക്കുവാൻ സാധിക്കാതെ ഭവനങ്ങളിൽ ഇരിക്കുന്നിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന വിശ്വാസികളോട് പറയുവാനുള്ളത്, നിങ്ങളുടെ ശരീരങ്ങളിൽ ഉള്ളതായ യേശുവിന്റെ ശരീരവും രക്തവും അതൊരിക്കലും നശിച്ചു പോകുന്നില്ല. അതൊരു നല്ല വഴിയാഹാരമായി നിങ്ങൾ എവിടെയൊക്കെ യാത്ര ചെയ്താലും ആ ഒരു വഴിയാഹാരമായി നിങ്ങളോടൊപ്പമുണ്ട്. അതുതന്നെയാണ് ഇസ്രായേൽ ജനതയ്ക്കും വഴിയാഹാരമായി കൊടുത്തു. സ്വർഗത്തിൽ നിന്ന്, ആകാശത്തിൽ നിന്ന് മന്നയും ഒക്കെ ഇറക്കിക്കൊടുത്ത് അവരുടെ വഴി ആഹാരമായി തീരുകയാണ്. അതുപോലെയാണ് നമ്മുടെ ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം. അവന്റെ യാത്ര അവസാനിക്കുന്ന സ്വർഗീയ യാത്രയാണ്, ആ ദൈവ സന്നിധിയിലേക്കുള്ള യാത്രയാണ്. ആ യാത്രയിൽ യേശുവിന്റെ തിരുശരീരവും തിരുരക്തവും വഴി ആഹാരമായി നൽകുകയാണ്. ഈ വഴിയാഹാരം നൽകണമെന്നുണ്ടെങ്കിൽ അത് മുറിക്കപ്പെടണം. യേശു അവരോട് ചോദിച്ചു, നിങ്ങളുടെ പക്കൽ എത്ര അപ്പമുണ്ട്? അവർ പറഞ്ഞു, കുറച്ച് അപ്പമൊക്കെയുണ്ട്. അത് കൊണ്ടുവരുവാൻ പറഞ്ഞു. ആ അപ്പം എടുത്ത് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുക്കുകയാണ്. അപ്പോ ഇത് വിഭജിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മുറിക്കുമ്പോൾ അവിടെ വേദനയുണ്ടാകും. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി മുറിക്കപ്പെടുമ്പോഴാണ് അതിന് വലിപ്പമുണ്ടാകുന്നത്, അല്ലെങ്കിൽ അതിന് വ്യാപ്തി ഉണ്ടാകുന്നത്. ഈ യേശുമ്പുരാന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവന്ന അപ്പം വാഴ്ത്തി നുറുക്കി അത് ശിഷ്യന്മാർക്ക് കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ അവർക്ക് വിളമ്പുവീൻ. ഓരോരുത്തർക്കും വേണ്ടി ഓരോ കഷണവും മുറിക്കുകയാണ്. വിശുദ്ധ കുർബാനയിലും അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഈ ഇടവകയിൽ 3000 പേര് വന്നിരുന്നാലും ഇവിടെ വെച്ചിരിക്കുന്ന അപ്പത്തിന്റെ അംശികളായി നമ്മൾ, ഒരപ്പത്തിന്റെ അംശികളായി നമ്മൾ യാത്ര ചെയ്യുക, വഴിയാഹാരമായി നമ്മൾ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ മുറിക്കപ്പെടുമ്പോഴാണ് അതിന് സന്തോഷമുണ്ടാകുന്നത്. ജീവിതത്തിൽ എപ്പോഴെങ്കിലും മുറിക്കപ്പെട്ട അനുഭവം ഉണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഓർമ്മ എന്ന് പറയുന്നത്. 10, 50, 70 വർഷം ഈ ലോകത്തിൽ ജീവിച്ചവരോട് ചോദിക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അവരുടെ പഴയ കാലത്തെ കഥകൾ, വേദനയുടെ കഥകൾ അവർ പറയും. കാരണം ഓർമ്മ എന്ന് പറയുന്നത് എപ്പോഴും വേദനയിലൂടെയാണ്. സന്തോഷങ്ങൾ നൽകുന്നത് മാത്രമല്ല ഓർമ്മ യഥാർത്ഥമായി മുറിക്കപ്പെടുന്ന അനുഭവത്തിലാണ് ഓർമ്മയുണ്ടാകുന്നത് എന്ന് ഉള്ള കാര്യം നമ്മൾ ഓർത്തിരിക്കണം. അതുപോലെ തന്നെ യേശുമ്പുരാൻ ശിഷ്യന്മാരോട് പറഞ്ഞു, അവരെ പന്തിയായി ഇരുത്തുക. അവിടെ യേശു മുറിച്ചു കൊടുത്തതായ അപ്പം അത് പല അപ്പങ്ങളായി മാറി എന്നുള്ളതിനേക്കാൾ ഉപരിയായി ഓരോ കഷണവും, അല്ലെങ്കിൽ ഓരോ പീസും, അല്ലെങ്കിൽ ഓരോ അംശവും അവർ സ്വീകരിക്കുമ്പോൾ അവർ തൃപ്തരായി തീർന്നു എന്നുള്ളതാണ്. ഇവിടെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്, അവർ ഭക്ഷിച്ച് തൃപ്തരായി. ഈ തൃപ്തി എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ വളരെ ആവശ്യമുള്ള ഒന്നാണ്. തൃപ്തി ഉണ്ടാകുക, ജീവിതത്തിൽ തൃപ്തി ഉണ്ടാകുക, ജീവിതത്തിന് തൃപ്തിയോടുകൂടി ജീവിക്കുക എന്നുള്ളത്.
നമുക്കറിയാം, നമ്മുടെ പബ്ലിക് ഫംഗ്ഷനുകളിലൊക്കെ ഇന്ന് ഭക്ഷണങ്ങളൊക്കെ പാക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ചെറിയ കുട്ടിയാന്നേലും ഒരേ അളവ്, വലിയവനാന്നേലും ഒരേ അളവ്. ഇത് നമ്മൾ പുതിയ ഒരു സിദ്ധാന്തം കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഈ യേശു ശിഷ്യന്മാർക്ക് ഈ അപ്പമൊക്കെ കൊടുത്ത് ഈ പന്തിയായി ഇരുത്തി അവർക്ക് കൊടുക്കുമ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് അവർക്ക് ആവശ്യമുള്ളത്, വലിയവർക്ക് അവർക്ക് ആവശ്യമുള്ളതിന്റെ അനുസരിച്ച് എടുക്കുവാനുള്ള ഒരു ഓപ്ഷൻ അവിടെയുണ്ട്. അവരുടെ മുഖത്തേക്ക് നോക്കുവാനും അവരോട് സംസാരിക്കുവാനും സംസാരിച്ചുകൊണ്ട് അവർക്ക് നൽകുവാനും ഒക്കെ കഴിയും. ഇന്ന് തിരക്കിന്റെ കാലഘട്ടങ്ങളിൽ നമ്മൾ പലപ്പോഴും ഇത് പാക്കറ്റുകളാക്കി ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതൊരു പുതിയ സംസ്കാരത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. എന്തായിരുന്നാലും ഈ ഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ ബാക്കിയാകുന്നുണ്ട്. ജനങ്ങൾക്കെല്ലാം അപ്പം നൽകി ബാക്കിയാവുകയാണ്. എന്നെ കേൾക്കുന്ന വിശ്വാസികൾ ഓർത്തിരിക്കേണ്ട കാര്യം, യേശു ഒരു മനുഷ്യനെ അനുഗ്രഹിക്കുവാൻ തീരുമാനിച്ചാൽ അവന്റെ ജീവിതത്തിൽ യാതൊരു കുറവും ഉണ്ടാകില്ല, എല്ലാം കൂടുതലായിരിക്കും. കാനാവിലെ കല്യാണത്തിൽ യേശു വെള്ളം വീഞ്ഞാക്കി, അവർക്ക് യാതൊരു കുറവും വന്നില്ല. അനേകം ആൾക്കാർക്ക് യേശു അപ്പം നുറുക്കി കൊടുത്തു, അവർക്ക് കുറവുണ്ടാകുന്നില്ല. അവർക്കെല്ലാം നിറയുകയാണ്, നിറഞ്ഞു കവിയുകയാണ്. നിറഞ്ഞു കവി ദൈവം നമ്മെ അനുഗ്രഹിക്കുമ്പോഴാണ് ജീവിതത്തിൽ നിറവുണ്ടാകുന്നത്. പ്രിയമുള്ളവരെ, യേശു തമ്പുരാൻ 5 അപ്പം കൊണ്ട് അനേകം ആൾക്കാരെ തൃപ്തിപ്പെടുത്തി. അതിനുശേഷം 12 കൊട്ട നിറച്ചെടുത്തു. 7 അപ്പം കൊണ്ട് ശുശ്രൂഷ നടത്തി. അതിനുശേഷം 7 കൂടകൾ നിറച്ചെടുത്തു, ബാക്കി വന്നു എന്ന് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. അവിടെ പ്രത്യേകമായിട്ട് പറയുന്ന 5 അപ്പത്തിന്റെ ഭാഗത്ത് ഉപയോഗിക്കുന്ന ഗ്രീക്ക് വാക്ക് കൊഫീനോസ് എന്ന് പറയുന്ന വാക്കാണ്. അതൊരു ചെറിയ പാത്രം എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. എന്നാൽ 7 അപ്പം മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്ത് അതിനുശേഷം ബാക്കി വന്നതായ അതിനെ കുറിച്ച് പറയുന്നത് സ്പൂരിസ് എന്ന് പറയുന്ന ഒരു വാക്കാണ്. അത് വലിയ കുട്ടയാണ്. ചെറിയ കുട്ടയായിരുന്നാലും വലുതായിരുന്നാലും അവിടെ നിറഞ്ഞ് ശേഷിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ ഭാഗം ഇന്ന് ഈ ദിവസം നമ്മൾ കേൾക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ ജീവിതത്തിൽ തമ്പുരാൻ തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുവാൻ കഴിയണം. ദൈവം നമ്മിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം നമുക്ക് തരുന്ന എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ കുടുംബത്തിൽ നിറഞ്ഞു കവിയും. ദൈവം നമുക്ക് തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും വ്യക്തിപരമായ ജീവിതത്തിൽ നിറഞ്ഞു കവിയും. ദൈവം തരാത്തതെല്ലാം നശിച്ചു പോവുകയും ചെയ്യും. അതങ്ങനെ ദൈവത്തിൽ നിന്ന് കേൾക്കുവാനും ദൈവത്തിൽ നിന്ന് ചോദിച്ചു വാങ്ങുവാനും അത് നമ്മുടെ കുടുംബത്തിൽ നിറഞ്ഞു തുളുമ്പുവാനും ഇടയായി തീരട്ടെ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ചാർത്തും നീതിയ നിന്നാചാര്യന്മാരും മഹിമയ നീതിമാന്മാരും ഹാലേ ലൂയോ ഹാലേ ലൂയ. നിന്നഭിഷിക്ത മുഖം തിരുപ്പിക്കല്ലേ, നിന്ദാസൻ ദാവീദിൻ മൂലം. നിൻപുത്രന്മാർ കാത്തിടുമെങ്കിൽ ഹാലേ ലൂയോ ഹാലേ ലൂയ. എൻ നിയമത്തെയും ഞാൻ ഉപദേശിച്ചിടുമേ, സാക്ഷിയെയും പാർക്കുമോ. സ്പർശിച്ചുള്ള പാദങ്ങൾ പുക്കുദ്യാനദ്വാരങ്ങൾ മാനവരുത്തു വസിക്കേണം. സ്നേഹശുശ്രൂഷീശോരാം വൈദികരിപ്പിൻ ചെല്ലും ദേവാകാരെ ബാക്കുമോ. ദൈവസുധാ നിന്നെ ശുശ്രൂഷിച്ചൊരു വൈദികരെ നിന്നാഗമന മഹാനാളിൽ ഓർത്തുമുഖ പ്രഭയേണവേ. ആചാര്യേശാകുദാശകളർപ്പിച്ചു ആചാര്യന്മാർ കേകുക പുണ്യം നാദസ്തോത്രം. മക്കളിലപ്പൻ കൃപ ചെയ്യും അതുപോലെ ഹാലേലൂയ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. തുല്യം നരനുടെ നാൾ ഗുണവോ ഹാലേലൂയ.
പൂക്കുന്നിതു വയലിൽ പൂച്ചെടി പോലെ പറക്കുമോ കാദീശോ മെൻപോലം വാതാമുൽപോലം വൽമീനാമീ താലേ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസേരനിൻ ജീവസ്വരമതുണർത്തണമേ കബറിനുദ്യാനത്തേനായി സ്തോമൻ കാലസ്കുറിയേലായി രേകുന്നോൻ രാജാ സോരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ ഏവർക്കും നൽകുന്നു കബറുകളുള്ളിൽ നിന്നെ എഴുന്നേറ്റു ഉയരുകും നിന്നെ സ്തുതി ചെയ്തിടുന്നു പാർക്കുമോ കാദീശോ എന്റെ ശരീരം ഭക്ഷിച്ചൻ രക്തം പാനം ചെയ്തോൻ പാതാളത്തിൽ പോകാനായി വിടാൻ ഞാൻ എന്നുവൻ ജീവിപ്പാ ഞങ്ങട്ടിട്ട് മരിച്ചത് ഞാൻ എന്നും കാർത്ത തന്നരുളെന്ന മഹത്വം മുറിയോരാഹെ മേലൈനോ ആധാരായി കള്ളനു കിട്ടിയതെന്റെ വരം ത്രിത്വത്തെ കൊണ്ടാടി മരിച്ചോറും കൈക്കൊണ്ടേടേണം രാജാവാം നാഥൻ ദൈവത്തിൻ വ്യാപാരത്താൽ വിശ്വാസം കൊണ്ടാത്മാവിൽ പുണ്യം നേടേണം ഞങ്ങൾ ഹല്ലേലൂയ. മണ്ഡഹസിച്ചു ചൊല്ലേണം പിതാവും പുത്രന്റെ പരിശുദ്ധ റുഹായുമായവൻ വന്ദിക്കപ്പെട്ടവനെ സ്തുതിക്കപ്പെട്ടവനുമാകുന്നു ആദ്യം മുതൽ തലമുറ തലമുറ വരെയും തനിക്ക് സ്തുതി. ഹല്ലേലൂയ. ആദ്യം മുതൽ തലമുറ തലമുറയായി തനിക്ക് സ്തുതി. ഹല്ലേലൂയ. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവനും ഞങ്ങളുടെ പുനരുദ്ധാനത്തിനും നിത്യജീവന്റെ നവീകരണത്തിനു വേണ്ടി വരുവാനിരിക്കുന്നവനുമായ ദൈവപുത്ര, പാപപരിഹാരം നൽകുന്ന നിന്റെ വിശുദ്ധ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസർക്ക് പാപപരിഹാരം ഇറങ്ങുമാറാകണമേ. ദൈവമായ കർത്താവേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുവുമ്പാകെയുള്ള മുഖപ്രസന്നതയ്ക്കും വേണ്ടി വിലയേറിയ നിന്റെ തിരുശരീരങ്ങൾ അനുഭവിച്ചിരിക്കുന്ന ഇതിന്റെ ആരാധകരുടെ സംഘത്തെ അദൃശ്യമായ വലത്തെ നീട്ടി വാഴ്ത്തണമേ. വലിയവനും നമ്മുടെ രക്ഷിതാവുമായ യേശുമിശിഹാകുന്ന ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും ഇത് അനുഭവിക്കുന്നവരുടെ മേലും നൽകുന്നവരുടെ മേലും ഇതിൽ സംബന്ധിച്ചവരും സംബന്ധിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും ഇന്ന് വന്നേക്കും ചൊരിയപ്പെടുവാറാവട്ടെ. സ്തുതി ദൈവത്തിൻ ഉയരത്തിൽ തന്മാതാവിൻ ഉന്നതിയും മഹിമാമുടി സഹദേന്മാർക്കും പ്രധരിൽ കരുണയും ഉണ്ടാക. ഹല്ലേലൂയ. ഞങ്ങളുടെ കർത്താവും എന്നേക്കും ഞങ്ങളുടെ ദൈവമായുള്ളവേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ യേശുമിശിഹാ, ഞങ്ങൾ ഭക്ഷിച്ചതായ തിരുശരീരവും ഞങ്ങൾ പാനം ചെയ്ത് പുണ്യമുണ്ടാക്കുന്ന നിന്റെ രക്തവും ഞങ്ങൾക്ക് ശിക്ഷയ്ക്കോ പ്രതികാരത്തിനോ ആയി തീരരുതേ. എന്നാലോ ഞങ്ങളെല്ലാവരുടെയും ജീവനും രക്ഷിക്കുമായി ഭവിക്കണമേ. ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പൂവാകെ നമിക്കും നിന്നെ എല്ലാ നാവും സ്തുതി പാടും. കബറടഞ്ഞോർന്നൽ ശരണം നീയേ, പ്രതർത്തന്നുയർപ്പും നീ തന്നെ. ഹല്ലേലൂയ. മനുഷ്യ സ്നേഹത്തെ ഞങ്ങൾ സ്തോത്രം ചെയ്ത് വന്ദിക്കുന്നു. ഞങ്ങളെ എല്ലാവരെയും നീ ശക്തിപ്പെടുത്തുകയും സഹായിച്ചു താങ്ങി എഴുന്നേൽപ്പിക്കുകയും ചെയ്യണമേ.
ഈ ആത്മീയമേശയിൽ നിന്ന് ഞങ്ങൾ സന്തുഷ്ടരായതിനാൽ ഞങ്ങൾക്കെല്ലാവർക്കും പാപപരിഹാരവും ആശ്വാസവും നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ വബുകുല സുബാലോൽമിൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. നൽകപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊണ്ടതിന്റെ ശേഷം വീണ്ടും കരുണയുള്ള കർത്താവിനും ഭാഗ്യ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, നിരുവാഗ് ഞങ്ങൾ തലകുനിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഞങ്ങൾക്ക് അനശ്വര ഭക്ഷണമായി തീർന്ന സത്യപ്പമായ മിശിഹാതമ്പുരാനെ, കെടാത്ത അഗ്നിനരകത്തിൽ നിന്നും ചാകാത്ത പൊഴിവിൽ നിന്നും ഞങ്ങളുടെ ആത്മശരീരങ്ങളെ നീ കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുകുല സുബാലോൽമിൻ. ആമീൻ. ബാരേക്കുമോ. നിർധനയാമാവിധവയുടെ ചില്ലിക്കാശിനു തുല്യമതായി നിന്തിരു സഭയുടെ സുതരിൽ ഇത്തിരുബലിയെ കൈക്കൊള്ളുക. തൽക്കാഴ്ചകളിൽ പ്രീതിയോടെ മോചിക്കുക കടഭാരങ്ങൾ. വേദനയാറ്റി സുഖമേറ്റി കറകളെയെല്ലാം മായിക്കാം. നിർച്ചദശാംശം റീസീസ എന്നിവയിൽ തിരുവുളമാക. ആൺപെൺമക്കളെ സംരക്ഷി ചാർദ്രത തോന്നണമേ മൃതരിൽ. വാഴ്ത്തുക ഞങ്ങളെ ദേവേശ, കാത്തരുളുക നൃമാതാവേ. കർത്താവേ തുണയായവനെ കാണിക്കണമേ ജീവവഴി. യേശു പിതൃസുധരേ, ഞങ്ങളെ കാക്കണമേ. യേശു മറിയ സുധാ, ഞങ്ങളെ തുണയ്ക്കണമേ. യേശു ബലപ്പെടുത്തി, യേശു സൂക്ഷിക്ക. യേശു ദോഷിയെ ഞങ്ങളിൽ നിന്നകറ്റണമേ. യേശു അകത്യവും പാപവും മോചിക്ക. യേശു വിധി ദിവസം കരുണ തോന്നണമേ. ശലോൻ ബസ്ലോമോ അഹൈൻ ഹബീബൈൻ. എന്റെ സഹോദരങ്ങളും വാത്സല്യമുള്ളവരുമേ, കർത്താവിന്റെ പാപപരിഹാരപ്രദമായ വിശുദ്ധ ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്ന വാഴ്വുകളോടും വഴിയാഹാരങ്ങളോടും കൂടെ വിശുദ്ധിയും മഹത്വമുള്ള തൃത്വത്തിന്റെ കൃപയ്ക്കും കരുണയ്ക്കുമായി നിങ്ങളെ ഭരമേൽപ്പിക്കുന്ന ഈ സമയം സമാധാനത്താലെ പോകുവീൻ. ദൂരസ്ഥരും സമീപസ്ഥരും മരിച്ചുപോരും ജീവനോടിരിക്കുന്നവരും കർത്താവിന് ജയമുള്ള സ്ലീബായാൽ രക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധ മാമോദീസാട് റൂഷ്മായാൽ മുദ്രയിടപ്പെട്ടവരുമേ, വിശുദ്ധ തൃത്വം നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കും, നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കും, നിങ്ങളുടെ വിശ്വാസികളായി മരിച്ചവരുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞാനോ ബലഹീനും പാപിയുമാകുന്ന ദാസൻ
നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കൃപയും കരുണയും സഹായവും പ്രാപിക്കുവാൻ സംഗതിയാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് തൃപ്തരായി സമാധാനത്താലേ പോകുവീൻ. എന്നേക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവേൻ. ആമീൻ. കർത്താവ് അവിടുത്തെ കുർബാന അംഗീകരിക്കുകയും അവിടുത്തെ പ്രാർത്ഥനകളാ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. തൻ ബലിയാൽ പാപികളെ രക്ഷിച്ചൊരു ദേവസുതാ, നിൻ ബലിയാലൻ കഷ്ടതമായി ചെന്നോ ഒഴിക്കണമേ. ഗോകുൽത്തായിൽ തൻ മാർവറന്നോരുത്തമനെ ദാഹം നീക്കി ഒഴുകിയ നീരാ ചോരയതാലും